നമ്മൾ സെന്റൻസ് പറഞ്ഞു പഠിക്കണം. Ich bin Evelyn Praveen അങ്ങനെ പറയണം. അല്ലെങ്കിൽ എന്താ പറയാ, മൈ നാമേ ഈസ് എവ്ലിൻ പ്രവീൺ എന്ന് പറയണം. ഇത്രയും പറഞ്ഞാ മതി. പറയൂ. യാ 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 അല്ല യാ 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 ഇല്ല എന്നാണോ? യാ യാ ഇനി എന്താ Dankeschön. Danke. Danke. ഒന്നും പറഞ്ഞ Dankeschön. Danke. Schön. Schön. Dankeschön. Dankeschön. എന്നിട്ട് എന്താ? നമ്മളിപ്പോ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അപ്പൊ അയാള് പറയണ സാധനം, അപ്പൊ അയാള് പറയും Dankeschön. അപ്പൊ നമ്മള് പറയും Bitteschön. 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 ബിറ്റേഷോനും നമ്മൾ ഇപ്പൊ അവര് നമുക്ക് ഗിഫ്റ്റ് തരും. അപ്പൊ നമ്മൾ Dankeschön പറയും. അപ്പൊ ബിറ്റേഷോൻ പറയും. അപ്പൊ അതിനാണ് Dankeschöനും ബിറ്റേഷോനും ഉപയോഗിക്കുന്നത്. അത് ശരി. ഒന്നും പറഞ്ഞ Danke. Dankeschön. Schön. Dankeschön. Bitteschön. Bitteschön. സൂപ്പറാണല്ലോ. നീ പഠിച്ചതൊക്കെ അമ്മ പറഞ്ഞു. ഇനി എന്താ അറിയണ്ടേ? ഇനി ബാത്റൂമേ പോകുമ്പോ അപ്പക്ക് എന്തിട്ട് ചോദിക്കണ്ടെന്നല്ലേ? പി പി മഹൻ, പി പി മോഹൻ, കാക്കാ മഹൻ, കാക്കാ മോഹൻ. ചോറിനാൻ വരാനായിട്ട് എങ്ങനെയാ പറയാ? ഇപ്പൊ നീ ടി വി കണ്ടിരിക്കുമ്പോ നിന്നോട് ചോറിനാൻ വായോ പറഞ്ഞതായോ? ഇപ്പൊ അപ്പ ഉണ്ടല്ലോ ചോറും ഇപ്പൊ അവിടെ അപ്പൊ സിനിമ കണ്ടിരിക്കുന്നേ. അപ്പൊ ചോറുന്ന സമയമായി. അപ്പൊ പറയും അയിൻ ഹാങ്കറി എന്ന്. അങ്ങനെ ഹാങ്കറി എന്ന് പറയുന്ന ഞാൻ ഫുഡ് കൊടുക്കും. അങ്ങനെയാണ്. ഹുങ്കർ. Ich bin Hunger. Ich bin Hunger. Ich bin hungrig. അല്ലേ? അല്ല. അങ്ങനെയല്ല അമ്മ പറഞ്ഞേക്കണേ. അല്ല. അല്ല. Ich bin Hunger. Hunger. Ich പറ ich. Ich bin Hunger. Hunger. Ich bin Hunger. Ich bin hungrig അല്ല അപ്പൊ കേട്ടിരിക്കണേ. അല്ല, ich bin Hunger. അതെയോ? അപ്പൊ ich habe Hunger. അത് തെറ്റാണ് പറയുന്നത്. Ich habe Hunger എന്നല്ല പറയാ. ഉറപ്പാണോ? ഉറപ്പ്. എന്നിട്ട് ചോറിന് കൊണ്ട് അപ്പൊ ചോറെടുത്തു, ചോറുണ്ണണോ? അപ്പൊ എന്നിട്ട് പറയാ Guten Appetit. എങ്ങനെ? Guten Appetit. Guten Appetit. Guten Appetit. Guten Apple sorry. എന്റെ പൊന്നെ, Guten Appetit. Guten Appetit. ആമ്പോ നിങ്ങൾ സ്കൂളിൽ പറയൂ? പറയും. ഗ്ലൗസ് ഒക്കെ ഊരി തണുത്തിട്ട് വയ്യ. പിന്നെന്നിട്ടാ പഠിപ്പിച്ചെന്നാണ് അമ്മ? ഇനി അപ്പക്ക് എന്താ വേണ്ടേ? ഇനി കളിക്കാൻ പോവാന്ന് എങ്ങനെയാ പറയാ? കളിക്കാൻ പോവാ. പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പോവാ. പിന്നെ എനിക്കറിയാം. Ich bin Spiel. Ich bin Spiel Socket. അങ്ങനെ. Ich bin Spiel Socket. എനിക്ക് ശരിക്കും പറയാറില്ല, അതുകൊണ്ട് Ich bin Spiel Socket അങ്ങനെയാ പറയാ. Okay, Ich bin Spiel Socket. ലാസ്റ്റ് പറയുന്നത് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു നിഗമിച്ചോളൂ അല്ലേ? ഇനി എന്തൊക്കെ അറിയണ്ട? പിന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് പോവാം. എങ്ങനെ? അതൊന്നും പഠിപ്പിച്ചൊന്നുമില്ല. നമുക്ക് ഡീറ്റെയിലേക്ക് പോവാം. എങ്ങനെയാ? പിന്നെ നിന്നെ അമ്മ എന്നിട്ട് പിന്നെ പഠിപ്പിച്ചെന്നാക്കണ? ഇത്രയും എനിക്ക് അറിയുള്ളൂ പഠിപ്പിച്ചത്. നിന്റെ പേരെന്താണ് എങ്ങനെ ചോദിക്കുക? അതാ അപ്പയ്ക്ക് അറിയോ? ഇല്ല. നിനക്ക് അമ്മ പഠിപ്പിച്ചെന്നിട്ടില്ലേ? അപ്പ ഇങ്ങനെ ചോദിക്കാറ് പേര്. അപ്പ ഉണ്ടല്ലോ, വി ഐസ് എന്നാണോ ചോദിക്കാറ്, വി ഐസൻസി ആണോ ചോദിക്കാറ്? നമുക്ക് അറിയാവുന്ന ആളാണെങ്കിൽ, അടുപ്പുള്ള ആളാണെങ്കിൽ വി ഹൈസ് ദു എന്ന് ചോദിക്കും. പിന്നെ അല്ലെങ്കിൽ എൽഡർ പേഴ്സൺ അല്ലെങ്കിൽ അപ്പാപ്പന്മാരോ അമ്മമാരോ അങ്ങനെയാണെങ്കിൽ വി ഹൈസൻസി എന്ന് ചോദിക്കും.
അത് തെറ്റാണ്. അത് തെറ്റാണെന്നാ? അത് തെറ്റാ. ഇഷ്ഫിൻ അപ്പുണ്ടല്ലോ ഇപ്പൊ വി ഐസ്തൂന്ന് ചോദിക്കണം. അതാണ് ശരിക്കും ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. അതാണ് കറക്റ്റ് ചോദ്യം. ഇപ്പൊ അത് കറക്റ്റ് അല്ല. ചോദിച്ചാൽ മതി അല്ലേ? എല്ലാവരും അങ്ങനെ ചോദിച്ചാൽ എല്ലാവരുടെ ചോദിച്ചാൽ മതി. എല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ? പിന്നെന്നിട്ട് അമ്മ പഠിപ്പിച്ചെന്നേക്കണേ? അല്ല, ഇതിന് ഉത്തരം പറയണ്ട. അപ്പൊ ചോദ്യം ചോദിച്ചാ പേര് പറയുന്നത് പഠിച്ചു. അപ്പൊ എന്റെ പേര് പ്രവീണാണ് എന്നാ ഇങ്ങനെ പറയാ? എന്റെ കുഞ്ഞപ്പ തിരിച്ച് അപ്പന്റെ പേര് പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. സെന്റൻസ് ആക്കി പറയണ്ടേ? അപ്പൊ വി ഹൈസ് ദു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വി ഐസ് ദു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്നോട് അപ്പൊ വി ഐസ് ദു എന്ന് ചോദിക്കും. വി ഹൈസ് ദു എവിളിൻ അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് സെന്റൻസ് പറഞ്ഞ് പഠിക്കണം. ഇത്ര സെന്റൻസ് പറയാൻ പറ്റില്ല. എവ്ലിൻ പ്രവീൺ അങ്ങനെ പറയണം. അല്ലെങ്കിൽ എന്താ പറയാ? മൈ നാമേ ഈസ് എവ്ലിൻ പ്രവീൺ എന്ന് പറയണം. ഇത്രയും പറഞ്ഞാൽ മതി, അല്ലാണ്ട് വീഡിയോ കട്ട്.